എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നോക്കുന്ന നയനയ്ക്ക് ആ നമ്പർ മനസ്സിലാവുന്നു അനിയുടേതാണ് എന്ന്. അന്നേരം ഇത് അനിയുടെ നമ്പറല്ലേ, നീ ഇപ്പോഴും അനിയെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അത് ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ അങ്ങ് വിഷമിച്ച് നിൽക്കുവാണ് നന്ദു. അന്നേരം നയന ഇത് ഞാൻ അമ്മയോടും അച്ഛനോടും പറയണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇനി അമ്മയോടും അച്ഛനോടും പറഞ്ഞ് ചേച്ചി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നന്ദു പറയും. അന്നേരം നവ്യ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം പോയിട്ടൊന്നുമില്ല അല്ലേ, അവൻ ഇങ്ങോട്ടുള്ള സ്നേഹം നിനക്ക് അങ്ങോട്ടും ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നന്ദു. അന്നേരം നയന ചോദിക്കും, അല്ല നവീൻ്റെ വിവാഹാലോചന വന്നതിന് ശേഷം നീ ഭയങ്കര മതിപ്പോട് കൂടിയാലോ നവീനെക്കുറിച്ച് സംസാരിക്കുന്നത്, നിൻ്റെ മനസ്സിൽ എന്താ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്ക് നവീനേട്ടനോട് ഭയങ്കര മതിപ്പാണ്. കാരണം നവീനേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അനിയുടെ കാര്യത്തിൽ പോലും അത്രയും ആത്മാർത്ഥത കോടതിയിൽ കാണിച്ചുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയത്. ആ ഒരു നന്ദി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പം നയനെ ചോദിക്കുകയാണ്, അതുകൊണ്ട് നീ ഇനി നവീനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ, അതാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും നവീനേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്നുമില്ല എന്ന് പറയും. അന്നേരം നീ എന്താ ഈ പറയുന്നേ, അപ്പോൾ അച്ഛനും അമ്മയും ആ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുമല്ലേ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ നന്ദു പറയുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ അനിയോടാണ് ഇഷ്ടമെങ്കിൽ ആ വിവാഹം തന്നെയാണ് നടക്കേണ്ടത്, അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു. അന്നേരം നന്ദുവിനൊരു ആശ്വാസം, കാരണം ചേച്ചിമാർ രണ്ടുപേരും ഇപ്പം കൂടെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോകുന്ന നയനയും നവ്യയും കൂടെ നേരെ ചെല്ലുന്നത് കനകയുടെ അടുത്തോട്ടാണ്. കനക അന്നേരം നവ്യയ്ക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക, കുറേ നാൾ കൂടിയല്ലേ പിണക്കമൊക്കെ മാറി വരുന്നത്. അന്നേരം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നേ എന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട്, അതെ നന്ദുവിൻ്റെ കാര്യം ഇനി എങ്ങനെയാണ് എന്ന് നവ്യ ചോദിക്കും. നയനെ കണ്ടുകൊണ്ട് ചോദിക്കാൻ പറഞ്ഞിട്ടാട്ടോ ചോദിക്കുന്നത്. അന്നേരം കനക പറയും, ആ കാര്യം ഞാൻ നിങ്ങളോട് പറയാനിരിക്കുമായിരുന്നു, നവീൻ മോൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. ഏതായാലും ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഭയങ്കര സന്തോഷത്തിലാണ് ഗോവിന്ദേട്ടൻ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിവാഹം നല്ല രീതിയിൽ നടത്തണം, ഈ വീട്ടിലെ അവസാനത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ആർഭാടത്തിൽ നടത്തണം എന്നൊക്കെ കനക പറയുമ്പം നവ്യ പറയുവാണ്, ഞങ്ങൾ അവളോട് സംസാരിച്ചു, പക്ഷേ നവീനുമായിട്ടുള്ള വിവാഹത്തിന് അവൾക്ക് വലിയ താല്പര്യമില്ലല്ലോ അമ്മേ, ആ സ്ഥിതിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണോ എന്ന് ചോദിക്കുക. അന്നേരം കനക പറയുന്നുണ്ട്, നിങ്ങളായിട്ട് അവളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും കൊടുക്കണ്ട, അവൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് പറഞ്ഞ് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവളുടെ സൈഡിൽ നിന്ന് ഇത് കുളമാക്കാൻ തീരുമാനിച്ചേക്കരുത്. ഇനിയിപ്പോൾ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും ഈ വിവാഹം നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ നവീൻ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ നവീൻ്റെ അമ്മ പത്മ ഇത് സമ്മതിച്ചു കൊടുക്കില്ല, ഇഷ്ടപ്പെടില്ല അവർക്ക് എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ നവീൻ്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമാണ്, ആ സ്ഥിതിക്ക് ഈ വിവാഹം നടക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം അതല്ലമ്മേ, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവിടുത്തെ കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ, അനി പറഞ്ഞ കാര്യങ്ങളും അമ്മ അറിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നേക്കും കനക പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്കിനി ഇവിടെ സംസാരിക്കേണ്ട. നയനമോളെ, നിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ജീവിതം പച്ച പിടിച്ചു, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അതുപോലെയല്ല നവ്യയുടെ ജീവിതം. ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അനന്തപുരിയിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കോളും. അതുപോലെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടായത് എന്ന് നിങ്ങൾക്കറിയാലോ. ഇനി അതുപോലൊരു സാഹചര്യത്തിലേക്ക് എൻ്റെ നന്ദൂട്ടിനെയും കൂടെ പറഞ്ഞു വിടാൻ എനിക്ക് താല്പര്യമില്ല. നവീൻ്റെ വീട്ടിലാണെങ്കിൽ നവീൻ അല്ലാതെ പിന്നെയുള്ളത് നവീൻ്റെ അമ്മയും മുത്തശ്ശനും മാത്രമാണ്. അവിടെ ഇങ്ങനെ അടിയും വഴക്കും ഉണ്ടാക്കാൻ ആരുമില്ല, അവൾക്ക് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം കിട്ടും. അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാനാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, അതിനുവേണ്ട സഹായങ്ങളാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത്, അതിനപ്പുറം നമുക്ക് സംസാരമൊന്നും വേണ്ട എന്ന് കനക പറയുക. പിന്നെയും എങ്ങനെയാണ് തർക്കിക്കുന്നത്, അതുകൊണ്ട് അവർ മിണ്ടാതെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. നവിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, മോള് കഴിക്കുക എന്ന് കനക പറയുമ്പം നവി പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങളല്ല അമ്മ ഇപ്പം നോക്കേണ്ടത്, ദേ ഒരാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് കനക പറയുന്നുണ്ട്, അതെ നമുക്ക് നാളെ രാവിലെ പണ്ട് നമ്മൾ 4 പേരുടെ നടക്കാൻ പോകാറില്ല, അതുപോലെ ഒന്ന് നടക്കാൻ പോകണം, അതൊക്കെ ഒരു രസമായിരുന്നു എന്ന്
എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അന്ന് നീ നടക്കാൻ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഉദ്ദേശം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പണ്ടായിരുന്നു, ആ സ്വഭാവമൊക്കെ മാറി ഈ കനക വേറെ ആളാണ് എന്ന് ഗോവിന്ദേട്ടന് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതെ, ഈ കാര്യം ചേച്ചിയുടെ സ്വഭാവം മാറിയ കാര്യം ചേച്ചിയുടെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നടക്കാൻ പോയാൽ അത് പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ ഈ ഒരു മാറ്റം അറിയാത്തത് അഭിയും അവൻ്റെ അമ്മയുമാണ്. അവർ രണ്ടുപേരും രാവിലെ 7 മണിയാകാതെ എഴുന്നേൽക്കുകയില്ല, അതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നും അവരറിയുകയില്ല എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തന്നെ അവരാരും വരാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് നടക്കാൻ പോയാൽ പോരെ, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന്. അന്നേരം അവന്തികയോ എന്ന് ചോദിക്കുവാണ് ഗോവിന്ദൻ. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവളെയും അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന്. അന്നേരം നയന പറയുവാണ്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, അവൾ പാവമാണ് എന്ന്. ഗോവിന്ദനും പറയുന്നുണ്ട്, ആ കുട്ടിയുടെ സ്വഭാവമൊക്കെ ഇപ്പം മാറി, ഇപ്പം നല്ലൊരു സ്വഭാവത്തിലേക്ക് എത്തിയെന്നല്ല എല്ലാവരും പറഞ്ഞതാ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരിക്കുമല്ലോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അവൾ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിയേക്കാൾ അഹങ്കാരിയായിരുന്നു, പിന്നെ പെട്ടെന്ന് അവളുടെ സ്വഭാവമൊക്കെ മാറി അവൾ നല്ല കുട്ടിയായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവൾ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണോ ഈ അഭിനയം നടത്തുന്നത് എന്ന് അറിയത്തില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് നിന്നാൽ മതി. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ മാറിയ കാര്യം അവളെ അറിയിക്കേണ്ടെന്ന് ഞാൻ നയനയോടും ആദർശേട്ടനോടും പറഞ്ഞത് എന്നുകൂടി നവ്യ പറയുമ്പം കനക പറയുന്നുണ്ട് കേട്ടോ, അത് നേരാ, ജലജയുടെ മോള, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നിന്നാൽ മതി എന്ന്. അന്നേരം ഗോവിന്ദൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, അനിയുടെ വിവാഹമോചനമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുമോ എന്ന്. അന്നേരം നയന, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അവന്തിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എല്ലാവരും മുമ്പിൽ വെച്ച് അവൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അത് മാത്രമല്ല തുറന്നു പറഞ്ഞത്, അവൻ ഇനി ഈ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമാണെന്നൂടെ പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് നവ്യ ചോദിക്കും കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അതിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട, ഇപ്പം നമ്മുടെ മുന്നിൽ നവീനുമായിട്ടുള്ള വിവാഹമാണ് ഉള്ളത്, അത് ഭംഗിയായിട്ട് നടത്തുവാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് നന്ദുവിന്. അപ്പോഴത്തേക്കും കനക പറയും, അതെ, നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി, അച്ഛൻ്റെ പിറന്നാൾ വരുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്, അതുകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോൾ, അയ്യോ അമ്മയ്ക്കത് നേരത്തെ പറയാൻ മേലായിരുന്നോ, പോകാതിരിക്കാൻ പറ്റിയല്ലോ എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ് അവർ കേക്കൊക്കെ ബുക്ക് ചെയ്യുന്നു. കേക്ക് വന്നു കഴിയുമ്പം എല്ലാവരും കൂടെ കേക്ക് മുറിച്ച് അത് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ആദർശേട്ടൻ്റെ വിവാഹാലോചന വന്നപ്പം അതിനേക്കാൾ വലിയൊരു ബന്ധം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അഭിയെ സ്നേഹിച്ചതും അവൻ്റെ കൂടെ പോയതും, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി. പക്ഷേ അതുകൊണ്ട് ഒരു മെച്ചമുണ്ടായി, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി. പക്ഷേ നന്ദു, നിൻ്റെ ജീവിതം അങ്ങനെ ആകരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നു. അത് ആദർശന് അയച്ചു കൊടുക്കുന്നു. ആദർശ് അത് ദേവേനെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ ആകെപ്പാടെ റിബലായിട്ട് നിന്നത് നവ്യയാണ്, അവളുടെ സ്വഭാവം കൂടി മാറിയപ്പം അവർക്കെല്ലാവർക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പിന്നെ കേക്ക് മുറിച്ചത് എല്ലാവരോടും ഒന്നിച്ചു കൂടിയതിൻ്റെ സന്തോഷത്തിനാണോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അല്ല, അവിടുത്തെ അച്ഛൻ്റെ പിറന്നാളാണ് 2 ദിവസം കഴിയുമ്പം, അവരത് അഡ്വാൻസ് ആയിട്ട് അങ്ങ് ആഘോഷിച്ചെന്നേ ഉള്ളൂ ഒരുമിച്ചുള്ളപ്പം എന്നും പറയുന്നു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. അന്നേരം ദേവേനെ പറയും, ആ ഫോൺ മാറ്റി പിടിച്ചു, ജലജ വരുന്നുണ്ട് എന്ന് പറയും. ഏതായാലും ഇവർ ഫോണിൽ നോക്കുന്നത് ജലജ കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ജലജ ഇറങ്ങി വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്നതായിരുന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നത് എന്ന്. അന്നേരം, അതൊന്നുമില്ല, നിന്നെ കാണിക്കാൻ പാകത്തിന് അതിൻ്റെ അകത്തൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി തന്നെ ദേവേനെ ചോദിക്കും, നിൻ്റെ മരുമോള് പോയിട്ട് വിളിച്ചില്ലേടി എന്ന്. അന്നേരം, അതൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പം, എൻ്റെ മരുമകൾ 2-3 തവണ എന്നെ വിളിച്ചായിരുന്നു, നവ്യ അവിടെ ചെന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അവളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരോട് എന്തൊക്കെയോ ഗോസിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പം മുത്തശ്ശനും അതിനെയൊന്ന് കൊഴുപ്പിക്കുവേ, ഇവളുടെ മരുമോളല്ലേ, അത്രയും ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയോ, അവൻ്റെ കയ്യിലിരിപ്പ്, അബിയുടെ കയ്യിലിരിപ്പ് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനു ബോധ്യപ്പെടുത്തണം, അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാ, അത് വിശ്വസിക്കാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇനിയുള്ളതൊക്കെ അവളങ്ങ് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണേ. ഇത്രയൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുമ്പം പിന്നെ ജലജയ്ക്ക് വലിയ സംശയങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ.
പിന്നെ കാണിക്കുന്നത് ചേച്ചിയും അനിയത്തിമാരും എല്ലാവരോടും ഒരുമിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. ഒരുമിച്ചേ കിടക്കുന്നത്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ഈ വയറിനകത്ത് പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ എന്ന്. അന്നേരം നവ്യ പറയും, എനിക്കൊരു ആങ്കൊച്ചല്ലേ, ഇവൾക്കൊരു പെങ്കൊച്ച് മതിയായിരുന്നു എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, മിക്കവാറും ആദർശേനെ പോലെ ഒരു ആങ്കൊച്ചായിരിക്കും, അതല്ലേ ചേച്ചിയുടെ ഇഷ്ടം എന്ന് ചോദിക്കുമ്പം എന്നെപ്പോലെ ഒരു പെങ്കൊച്ചായ കുഴപ്പമുണ്ടോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയുക, ഇപ്പോൾ ആദർശേട്ടൻ അവിടെ ആകെ വിഷമത്തിലിരിക്കുമായിരിക്കും ചേച്ചിയെ കാണാതെ. ഇനി 7-ാം മാസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോക്ക് കണക്കിയല്ലോ, അതുകൊണ്ട് ആ ഒരു വിഷമം കാണുമായിരിക്കും എന്നൊക്കെ പറയുമ്പം നയന പറയും, എന്നെ അങ്ങനെ വിടുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം എന്നെ തിരിച്ചും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും ആദർശ് വിളിക്കുന്നു. പിന്നെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ നവ്യയോട് നല്ല രീതിയിൽ സംസാരിക്കണം, അവൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണം, അവളുടെ മനസ്സിലെ വിഷമമൊക്കെ മാറ്റണം, എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് അവളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സംസാരിച്ച് അവർ ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് നയനെ അങ്ങ് കിടന്നു കഴിയുമ്പം നവ്യ പറയുന്നുണ്ട്, കണ്ടോ ഇവള് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവളെ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കാൻ അവളുടെ ഭർത്താവുണ്ട്, അമ്മായിമ്മയുണ്ട്, അങ്ങനെ എന്തോരം പേരുണ്ട്, എനിക്ക് മാത്രം ആരും ഇല്ലാണ്ടായി എന്ന്. അന്നേരം നന്ദി ചോദിക്കും, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്, ചേച്ചിക്ക് എല്ലാവരും ഉണ്ട്, ദുഷ്ടനായ ഭർത്താവും അമ്മായിമ്മയും ഇല്ലെന്നല്ലേ ഉള്ളൂ, അതിനകത്ത് ഇപ്പം എന്നാ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം നയനയും പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചിയുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്, പിന്നെ ആദർശേട്ടന് പോലും ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ചേച്ചി വിഷമിക്കേണ്ട, എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയപ്പോൾ അത് അനന്തപുരിയിലായതുകൊണ്ടാണ് എനിക്ക് വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നത്, പക്ഷേ സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്തേനെ, ആ ഒരു അവസ്ഥയൊന്നും നന്ദുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ തന്നെ വിവാഹം കഴിക്കണം, അതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും വേണ്ട, നീ അനിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിക്കുകയാണ് വേണ്ടത് എന്ന് നവ്യ പറയുന്നുണ്ട്. അന്നേരം അതിലേക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നയനയും പറയുന്നുണ്ട്. ഏതായാലും അവർ ഉറക്കത്തിലേക്ക് പോകുന്നു. അന്നേരം ഇത്തിരി വിഷമത്തോടെ കനകയെല്ലാം നവീനുമായിട്ടുള്ള വിവാഹത്തിനാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത്. ആ ഒരു വിഷമത്തിൽ കിടക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.